പൊസസീവ്നെസ് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ നിമിഷം തന്നെ നിങ്ങൾ പകുതി യുദ്ധം ജയിച്ചിരിക്കുന്നു. നിങ്ങൾ പൊസസീവാണോ എന്നെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ പൊസസീവാകാനുള്ള പ്രധാന കാരണങ്ങൾ അന്തർമുഖത്വവും സ്വാർത്ഥതയുമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് അല്പം പോലും പരിഗണന നൽകുന്നത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പൊസസീവ്നെസ് അതിൻ്റെ ഏറ്റവും മോശമായ മുഖം പുറത്തെടുത്തിരിക്കുന്നു. ആ സമയം മറ്റുള്ളവരുടെ മനസ്സിനെ അല്പം പോലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇപ്രകാരമുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതെങ്കിൽ അത് മാറ്റാനുള്ള വഴികളുമുണ്ട്. ആദ്യമായി, ആരും പൂർണ്ണരല്ല എന്ന സത്യം മനസ്സിലാക്കുക. നിങ്ങളെ സമൂഹം അംഗീകരിക്കാൻ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരാകണം എന്നില്ല. നിങ്ങളെ അളക്കാൻ മറ്റുള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നല്ല പെരുമാറ്റത്തിൽ ആരെങ്കിലും PhD എടുത്തിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, സ്നേഹിച്ചവരെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കരുത്. പകരം നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായ സ്വഭാവത്തെ വെറുക്കുക. ഏതു സ്വഭാവത്തിലും മാറ്റം വരുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ആരും ആരുടെയും സ്വന്തമല്ല. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സ്വന്തമാണ് എന്ന ചിന്തയുണ്ടാക്കുന്നത് നിങ്ങളുടെ പൊസസീവ്നെസ് ആണ്. ആരെങ്കിലും നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ പോകാൻ അനുവദിക്കുക. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് മറ്റൊരാളാണ് എന്ന ചിന്ത പൊസസീവ്നെസ്സിൽ നിന്നുണ്ടാകുന്നു. ഈ ചിന്ത ഇല്ലാതാക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നിങ്ങളെ പൊസസീവാക്കി മാറ്റുന്നത്. എന്തിനാണ് നിങ്ങൾ സ്നേഹത്തിനായി ആഗ്രഹിക്കുന്നത്? ദൈവം സ്നേഹസ്വരൂപനാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്നേഹത്തിൽ നിറഞ്ഞവരാണ് എന്നാണ്. ആയതിനാൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും സ്നേഹത്തിനായി ആഗ്രഹിക്കരുത്. ദൈവം നിരന്തരം നിങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്കായി പകർന്നു നൽകുക. മേൽപ്പറഞ്ഞ ചിന്താധാരകൾ മനസ്സിലുറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പൊസസീവ്നെസ് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയില്ല. മാത്രമല്ല, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ മനോഹാരിത കൈവരുകയും ചെയ്യുന്നു. പൊസസീവ്നെസ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഇതൊരാൾക്കെങ്കിലും ഉപകാരമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. വിനയപൂർവ്വം നിങ്ങളുടെ സ്വന്തം മെൽവിൻ സുരേഷ്.